بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون. إن الله لا يهدي من هو كاذب كفار. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1616 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون. إن الله لا يهدي من هو كاذب كفار. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. خلق السماوات والأرض بالحق يكبر الليل على النهار ويكبر النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തിയാക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള പ്രതികരണങ്ങളും അതിനോടുള്ള വിശദീകരണങ്ങളൊക്കെ ആയിട്ടുള്ള സെഷൻസ് ആണ് ഇനി നടക്കാനിരിക്കുന്നത്. ഏതാനും ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ 1-2 നമ്മൾ നേരത്തെ പിന്നിട്ട സൂറത്ത് സ്വാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ വേറെ 1-2 ഒക്കെ പൊതുവായിട്ട് വരുന്നതും അതുപോലെ ബാക്കി ചോദ്യങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ കയ്യിലെത്തിയിട്ടുള്ള ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയും ആവശ്യമായ അളവിൽ
പരിമിതമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ചിലതൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന തരമായതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്ന നിലക്ക് മാത്രമേ അതിനോട് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ ഒന്നാമത്തെ ചോദ്യം, ഒരു അദൃശ്യമായ അനാദിയായ സത്ത അഥവാ ദൈവം പരിമിതികൾ ഉള്ള ഒരു ജീവിയിലോ വസ്തുവിലോ സമന്വയിപ്പിച്ചാൽ ആ ജീവിയും വസ്തുവും അദൃശ്യമോ അനാദിയോ ആകില്ല എന്നത് പ്രപഞ്ച സത്യവും യുക്തിയും തന്നെയാകുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ജീവിയും വസ്തുവും ദൈവമല്ല എന്നും ദൈവമാവുകയില്ല എന്നും മനുഷ്യന്റെ ശരിയായ ബോധവും യുക്തിയുമാകുമ്പോൾ ഈ വാചകങ്ങൾ ഇസ്ലാമിക വിശ്വാസത്തിന് ഏതെങ്കിലും രീതിയിൽ എതിരായി നിൽക്കുമോ എന്നാണ് ഒരു ചോദ്യം. അത് ഈ സൂറത്തുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുള്ള ചോദ്യമല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ചില വിഷയങ്ങൾ അങ്ങ് പരാമർശിച്ചു എന്നേ ഉള്ളൂ. അപ്പം അള്ളാഹു അല്ലാത്ത, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത യാതൊന്നും തന്നെ ദിവ്യത്വമുള്ളവയല്ല എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ സംബന്ധമായൊരു നിലപാടും വീക്ഷണമൊക്കെ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അദൃശ്യമായ ശക്തി, അനാദിയായ ശക്തി എന്ന് വെച്ചാൽ ദൈവം, പരിമിതികളില്ലാത്ത ദൈവം. ഒട്ടേറെ പരിമിതികളുള്ള ജീവികളിൽ, ഉദാഹരണത്തിന് മനുഷ്യൻ അല്ലെങ്കിൽ അതുപോലെ ഒരു വസ്തുവില് അവന്റെ ചൈതന്യം സമന്വയിപ്പിച്ചാൽ ആ ജീവിയും വസ്തുവൊന്നും ദൈവമാവുകയില്ല എന്ന ഒരു അടിസ്ഥാന പ്രസ്താവനയാണ്. അപ്പൊ ഇത് ഇസ്ലാമുമായി യോജിക്കുന്നുണ്ടോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഒരു മർമ്മം. യഥാർത്ഥത്തില് മനുഷ്യന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് അള്ളാഹു ജീവൻ നൽകി എന്ന കാര്യം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് അതിന്റെ നമുക്ക് മനസ്സിലാകുന്ന ഒരു തലവും മനസ്സിലാക്കാൻ ഭൗതിക ലോകത്ത് കൃത്യമായിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തലമൊക്കെ ഉണ്ട്. ജീവൻ എന്നത് ഒരു സമസ്യയാണ്. അള്ളാഹു മനുഷ്യർക്കും അതുപോലെ ജീവജാലങ്ങൾക്കൊക്കെ ജീവൻ നൽകിയിട്ടുള്ളത് അവന്റെ ഒരു നടപടിക്രമം എന്നുള്ള നിലക്കാണ്. അത് ഏത് രീതിയിൽ ഇപ്പോ വനഫഖ മിർ റൂഹിഹി എന്ന് പറയുന്ന വിധത്തിൽ അവന്റെ ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ചൈതന്യത്തിൽ നിന്ന് ഊതി കൊണ്ട് ജീവൻ പകർന്നു നൽകി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കതിന്റെ അക്ഷരതലത്തിൽ മനസ്സിലാക്കി അങ്ങ് ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുക എന്നതേ സാധ്യവുള്ളൂ. അള്ളാഹുവിന്റെ റൂഹ് എന്നതിന്റെ അല്ലെങ്കിൽ ആ ജീവൽ ചൈതന്യം എന്നത് ജീവൻ നൽകി അള്ളാഹു ജീവൻ താൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിക്ക് ജീവൻ നൽകി എന്നൊരർത്ഥത്തിൽ മാത്രം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനേ സാധ്യമാവുള്ളൂ. അവന്റെ റൂഹ് എന്താണ്, എങ്ങനെയാണ് അത്, എങ്ങനെയാണ് അവൻ തൻ്റെ ഒരു സൃഷ്ടിക്ക് ഒരു ജീവൽ ചൈതന്യം പകർന്നു കൊടുക്കുന്നത്, ഇതൊന്നും നമുക്ക് അങ്ങനെ മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൗതിക ജീവിത സാഹചര്യത്തിലും പ്രപഞ്ചത്തിന്റെ ഒരു അതിന്റെ ഭൗതികമായ പ്രത്യേകതകളുടെ ഒരു പശ്ചാത്തലത്തിലൊന്നും അങ്ങനെ വിവരിക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കുകയോ ചെയ്യുക എന്നുള്ളത് എളുപ്പമായ ഒരു കാര്യമല്ല. ഇത് ഖുർആന്റെ ചില പരിമിതികളിൽ അകത്ത് നിന്നുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ചില ആശയങ്ങളെ ഖുർആൻ വിവരിക്കുന്ന ഒരു രീതി മാത്രമാണത്. അതിന്റെ സബ്സ്റ്റൻസ് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു സൃഷ്ടിച്ചത് എന്റെ സൃഷ്ടിക്ക് ജീവൻ നൽകി, അത്രയേ ഉള്ളൂ. അത് എങ്ങനെ നൽകി, അത് തൻ്റെ റൂഹിൽ നിന്ന് ചൈതന്യം നൽകിക്കൊണ്ട് എങ്ങനെയാണത് അത് പകർന്നു നൽകിയിട്ടുള്ളത്, അത് ഊതി എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്, ഇതൊന്നും നമ്മൾ വല്ലാതെ എക്സ്പ്ലോർ ചെയ്ത് പോയതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതൊക്കെ മുത്തശാബിഹത്തായ കാര്യങ്ങളാണ്. അത് ഉൾക്കൊള്ളാൻ വളരെ പരിമിതിയുള്ള ഒരവസ്ഥയിലാണ് മനുഷ്യന്റെ ബോധവും ചിന്തയും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ തന്നെ. ഒരു കാര്യം അവിടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവശേഷിക്കുന്നത് അള്ളാഹു ജീവൻ നൽകി എന്നതേ ഉള്ളൂ. അള്ളാഹു അതിനൊരു ഒരു പ്രോസസ്സ് സ്വീകരിച്ചിട്ടുണ്ടാകണം. ആ പ്രോസസ്സിലൂടെ ജീവൻ പകർന്നു നൽകി എന്ന ഒരു അടിസ്ഥാന അർത്ഥം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി അള്ളാഹുവിന്റെ എൽമിൽ പെട്ടതാണ്
എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാത്രമേ അത് സംബന്ധമായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ അനാവശ്യമായ സങ്കീർണമായ അന്വേഷണങ്ങൾ അതിൽ നടത്തേണ്ടതില്ല. നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അത് അതിന്റെ സൂക്ഷ്മ തലങ്ങൾ വെളിപ്പെടേണ്ടതായ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അവന്റെ പ്രക്രിയയിലൂടെ തന്നെ അത് വെളിപ്പെടുത്തും. അതിന് കാലാവുമ്പോൾ അത്തരം സംഗതികളൊക്കെ മനുഷ്യന്റെ ഗവേഷണത്തിലൂടെയൊക്കെ വെളിപ്പെടുന്ന പല വസ്തുതകളും ചേർത്ത് വെച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയുള്ള സംഗതിയല്ല. ഒരേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്റെ സൃഷ്ടിയായ മനുഷ്യന് ജീവൻ പകർന്നു നൽകി എന്നതേ ഉള്ളൂ. ബാക്കിയുള്ളത് അതിന്റെ രീതി എങ്ങനെ ഏത് വിധത്തില് അള്ളാഹു അതിനെ വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുന്ന ആ വിവരണ രീതിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതൊക്കെ അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് പോകുന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. അതിനെ മുത്തശാബിഹത്തായി കണ്ടുകൊണ്ട് അംഗീകരിക്കുക, ഉൾക്കൊള്ളുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതാണ് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിൽ അദൃശ്യമായി ഈ ചോദ്യത്തിൽ തന്നെ ചില അവ്യക്തതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഇസ്ലാമുമായി സംഘർഷപ്പെടുമോ എന്ന ചോദ്യത്തിന് ഞാൻ ആ ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം പറയുന്നില്ല. കാരണം ആ ചോദ്യം എനിക്ക് ഒരു കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയിലല്ല അത് ആ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ സബ്സ്റ്റൻസ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യന് അതുപോലെ ജീവജാലങ്ങൾക്കൊക്കെ ജീവൻ നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അവന് അവൻ്റെതായ ഒരു പ്രക്രിയയും പ്രോസസ്സും ഒക്കെ അതിന് ഉണ്ടായിരുന്നു. അവന് ആ ഒരു പദ്ധതിയും അല്ലെങ്കിൽ ഒരു രീതിയും സ്വീകരിച്ചുകൊണ്ടാണ് ജീവൽ ചൈതന്യം പകർന്നു നൽകിയിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് ഏത് രീതിയിൽ എന്നുള്ളതൊന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ മേഖലയിൽ മനുഷ്യന് കൃത്യമായി പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫലപ്രദമായിട്ട് നടന്നിട്ടില്ലാത്തത് കൊണ്ട് അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ വറീഡായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് പ്രയാസപ്പെടേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, ബംഗ്ലാദേശിലെ ദീപുദാസ് ദാരുണമായി ഭീകരമായി കൊല്ലപ്പെട്ടത് മതനിന്ദ എന്ന കുറ്റം ആരോപിക്കപ്പെട്ടാണ്. അള്ളാഹുവിന്റെ ഇതര മതസ്ഥരോടുള്ള കടുത്ത വൈരം ഇങ്ങനെ രൗദ്ര രൂപത്തില് പെരുമാറാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നില്ലേ എന്നതാണ് ചോദ്യം. അത് ഇസ്ലാമിന്റെ പ്രേരണ കാരണമായിട്ടാണ് ഈ ദീപുദാസ് ഈ വിധത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് വ്യംഗ്യമായിട്ട് അദ്ദേഹം പരാമർശിക്കുന്ന കാര്യം. ദീപുദാസ് കൊല്ലപ്പെട്ടത് ഞാനത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ, ഞാൻ ആ വാർത്തയൊന്നും അത്ര വിശദമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗൂഗിൾ ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് 18-നാണ്, കഴിഞ്ഞ ഡിസംബർ 18-നാണ് ബംഗ്ലാദേശിലെ ബാലിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാള് കൊല്ലപ്പെട്ടതായിട്ട് കാണുന്നത്. അദ്ദേഹം ആളുകൾ അദ്ദേഹത്തെ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ തല്ലുകയും അതുപോലെ തല്ലിക്കൊന്ന് ഒരു മരത്തിൽ തൂക്കിയിട്ടുന്നോ അതിനുശേഷം തീ കൊടുത്തു എന്നൊക്കെയാണ് അതിൽ വായിക്കാൻ പറ്റിയിട്ടുള്ളത്. അയാൾ ഇസ്ലാമിനെതിരിൽ എന്തോ പ്രകോപനപരമായ എന്തൊക്കെയോ സംസാരം നടത്തിയതിനോട് ജനക്കൂട്ടം പ്രതികരിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതിലെത്രത്തോളം വസ്തുതകളുണ്ട്, വസ്തുത വിരുദ്ധമായത് എന്തൊക്കെയാണ് ആണുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് സെർച്ച് ചെയ്യാൻ പോയിട്ടില്ല. ഇത് ഈ സംഭവത്തെ കുറിച്ച് പറയുന്ന ഒരു സംഗതി, ഇങ്ങനെ ഒരു കാര്യം, ഒരു മോബ് ജനക്കൂട്ടം യാതൊരു നിയമമോ സംവിധാനമൊന്നും ഇല്ലാത്ത വിധത്തില് അക്രമാസക്തമായി ആളുകളോട് ഈ വിധത്തിൽ പ്രതികരിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു രീതിയല്ല. അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. ഒരു യുദ്ധ സന്ദർഭത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ വല്ലാത്ത അരാജകത്വം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് ബംഗ്ലാദേശിൽ. അത് സമാധാനമല്ല, യുദ്ധമല്ല, എന്നാൽ തികഞ്ഞ അരാജകത്വമൊക്കെയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ ആരെ പ്രതിനിധാനം ചെയ്യുന്നു, ആര് നിയമം കയ്യിലെടുത്ത് അല്ലെങ്കിൽ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട്
ആർക്കെതിരിൽ നീങ്ങുന്നു എന്നതൊന്നും പറയാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങളെ ആകെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥ ബംഗ്ലാദേശിന്റെ തുടക്കം മുതലേ ഉണ്ട്. ഇപ്പോഴും ആ അസ്വസ്ഥതകള് നിലനിൽക്കുകയാണ്. ഇപ്പോ നമ്മള് അതിന്റെ പല സംഭവങ്ങളും വാർത്തകളും ഒക്കെ വായിക്കുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളില് കരുതിക്കൂട്ടി പ്രകോപനം സൃഷ്ടിക്കുന്ന ആളുകൾ ഉണ്ടാകും. അത്തരം പ്രകോപനങ്ങളോട് ഒരു ഒരാൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം വെച്ച് പ്രതികരിക്കുന്നവരുണ്ടാവും. ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുക എന്നത് യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഒരു നടപടിയല്ല. കാരണം അങ്ങനെ ഒരു സംഗതി ഇസ്ലാം ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ആളുകള് ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ മോബ് ലിഞ്ചിങ്ങിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു പോകുന്ന ആളുകൾ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന, ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക? അങ്ങനെയുള്ള ആളുകൾ ആയിക്കൊള്ളണമെന്നില്ല. അത് ബഹുഭൂരിപക്ഷവും അങ്ങനെ ആവാനും സാധ്യതയില്ല. അതിന്റെ വസ്തുതകൾ കൃത്യമായിട്ട് വിലയിരുത്തിയാലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മുസ്ലിം പേരുകളുള്ള, മുസ്ലിം സമൂഹം കൂടുതലുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുക എന്നത് ഈ കലക്കവെള്ളത്തില് ഇങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്ലാമിന്റെ പേരിൽ ആ ആക്ഷേപമൊക്കെ വരും. അത് നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് ഇസ്ലാമാണ് അത് പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഏത് സാമൂഹ്യ രാഷ്ട്രീയ തലത്തില് ഉയർന്നു വരാനാണ് ബംഗ്ലാദേശിൽ അവസരം ഉണ്ടായിട്ടുള്ളത് എന്നൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബംഗ്ലാദേശോ ഇന്ത്യയോ ഈവൻ പാകിസ്ഥാൻ പോലുമോ ഇസ്ലാമികമായ ഒരു ജീവിത സാഹചര്യം സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ സാധ്യമായി അത് നിലനിൽക്കുന്ന പ്രദേശങ്ങളല്ല. ഡിസ്റ്റർബ്ഡ് ഏരിയാസിനെ അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ. പല നിലക്കും ഈ സംഘർഷവും അതുപോലെ അസ്വസ്ഥതകളും സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ നിലനിൽക്കുന്ന, അതുപോലെ നിയമവ്യവസ്ഥയും സംവിധാനങ്ങളും ഒക്കെ ഫലപ്രദമായി ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ളത് നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ആളുകൾ പ്രതികരിക്കുന്നത് അത് ആ വ്യക്തികളുടെ സംസ്കാരവും അവരുടെ നിലവാരവും അവര് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അവര് കാണിക്കുന്ന അവരുടെ പ്രതികരണങ്ങളൊക്കെ മാത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ അത് സംബന്ധമായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സംഗതികളെ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് ഈ വസ്തുതകളൊന്നും അറിയില്ല, ഈ സംഭവം നടന്നതിനെ കുറിച്ച്. പക്ഷെ ഇസ്ലാം അങ്ങനെ ആളുകളെ അക്രമാസക്തരാകാനോ ജനക്കൂട്ടം നിയമമോ നേതൃത്വമോ ഒന്നും ഇല്ലാത്ത വിധത്തില് ഇങ്ങനെ ഉള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിന് ഇസ്ലാം പ്രേരണ നൽകുക എന്നൊരു സംഗതി നമുക്ക് വിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ ഒന്നും കാണാൻ കഴിയാത്തൊരു സംഗതിയാണ്. അത് ആ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയിലും അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ആ പ്രക്ഷുബ്ധതയുടെ അന്തരീക്ഷത്തിലും ഒക്കെ ഉണ്ടാവുന്ന നമ്മൾ ഒരിക്കലും തന്നെ ആഗ്രഹിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്ത അനിഷ്ട സംഭവങ്ങളിൽ പെട്ടതായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. തന്നെ പ്രകീർത്തിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഈ മുഹമ്മദ് നബിയെ അനുസരിക്കുന്നവർക്കും പ്രലോഭിപ്പിക്കുന്നതായ സദാചാര വിരുദ്ധമായ വാഗ്ദാനങ്ങൾ നൽകുന്നതും നരകഭീതി ഉയർത്തി ഭയപ്പെടുത്തുന്നതുമായ അള്ളാഹു ഒരു ദൈവികമായ ശക്തിയാണ് എന്ന് കരുതാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ സമാനമായ ചോദ്യങ്ങൾ ധാരാളം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഈ ചോദ്യം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചിട്ട് അങ്ങ് വിടുകയാണ്. ഈ പ്രലോഭനത്തിന്റെ കാര്യവും അതുപോലെ ഭീഷണിയുടെ കാര്യവും അല്ലെങ്കിൽ സന്തോഷ വാർത്തയുടെയും താക്കീതിന്റെയും ഒക്കെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. ഈ അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു മനുഷ്യർക്കായിട്ട്
രൂപകൽപ്പന ചെയ്തിട്ടുള്ള ജീവിത ദർശനമാണ്. അത് അനുസരിച്ച് ആ സദാചാരവും നന്മയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം അയാൾക്ക് വിജയം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മരണാനന്തരമുള്ള ശിക്ഷയും അള്ളാഹു താക്കീത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്ന അള്ളാഹു ഒരു ദൈവിക ശക്തിയാകുമോ എന്നതാണ് ഇവിടെ ചോദ്യം. അത് ചോദ്യം ഉന്നയിച്ച ആള് അതിന്റെ സൂക്ഷ്മതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുക, സ്വയം കണ്ടെത്തുക എന്ന് മാത്രം പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാഭര എന്ന ഈ അദ്വൈത വേദാന്ത, ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തത്തിലെ ഈ വാക്കുമായും മായ എന്ന അവരുടെ സങ്കല്പവുമായും ഭൂമിയിലെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ പരിമിതികളിലാണ് എന്നതും ഒരേ ആശയമാണോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മം മാത്രമാണ് സത്യം, ഈ ലോകം അതിലടങ്ങിയ ജീവജാലങ്ങളും മനുഷ്യരും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മിഥ്യയാണ്, മായയാണ് എന്നതാണ് ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മായാസങ്കല്പം, ഒരു അവാസ്തവമായ ഒരു സംഗതിയാണ് ഈ ലോകം എന്ന ഒരു ആശയമൊന്നും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. അത് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ജീവിത ദർശനവുമായിട്ട് യോജിപ്പുള്ള ഒരു കാര്യവുമല്ല. ഈ ഭൗതിക ലോകത്തെ ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു തുടക്കവും ഒരു അവസാനവും ഉണ്ട് എന്നതുകൊണ്ട് അതൊരിക്കലും തന്നെ മിഥ്യയാവുന്നില്ല. ഇസ്ലാം അതിന് പ്രപഞ്ചത്തിന് ഒരു തുടക്കം ഉള്ളത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനും മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചു തുടങ്ങുന്നതിന് അതിനൊരു തുടക്കമുണ്ട്, അതിന് ഒരു അന്ത്യവും വരാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിന്റെ അർത്ഥം ജീവിതം തന്നെ മായയാണ്, മിഥ്യയാണ്, ഇവിടെയുള്ള ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ തന്നെ അവാസ്തവമായ കേവലം തോന്നലുകളാണ് എന്ന വിധത്തിലുള്ള ഒരു ആശയം എന്തായാലും ഇസ്ലാമിന്റെ അടിസ്ഥാന ദർശനവുമായിട്ട് യോജിക്കുന്ന ഒരു കാര്യമേ അല്ല എന്ന് മാത്രം സൂചിപ്പിച്ച് അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അള്ളാഹു സ്രഷ്ടാവാണ്, എന്നിട്ടും എല്ലാം അറിയേണ്ട അള്ളാഹു തലച്ചോറിന്റെ സ്ഥാനത്ത് ഹൃദയം എന്ന് ഉപയോഗിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദ്യം. സ്മരണയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തലച്ചോറ് മൂലമല്ലേ എന്നാണ്. ഇത് ഈ സൂറത്ത് സുമറിലെ 22-ാമത്തെ ആയത്ത്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഒരാളുടെ നെഞ്ചകത്തിന് അല്ലെങ്കിൽ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കി കൊടുത്ത എന്ന നിലക്കുള്ള ഒരു പ്രയോഗമുണ്ട്. നമ്മളത് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്, ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ആ ആയത്തിലാണ്, ഈ 22-ാമത്തെ ആയത്തിലാണ് ഇദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കാൻ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഹൃദയം അല്ലെങ്കിൽ നെഞ്ച് വിശാലമാക്കി കൊടുക്കുക എന്നൊരു കാര്യം പരാമർശിക്കുന്നത്. അപ്പം ഈ ഒരു സംഗതി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അള്ളാഹു എല്ലാം അറിയുന്ന സൃഷ്ടാവായിട്ട് തലച്ചോറിന്റെ പ്രവർത്തനം ഹൃദയത്തിന്റെ പ്രവർത്തനമായിട്ട് തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തില് തലച്ചോറിലാണ് ചിന്ത നടക്കുന്നത്, വികാര വിചാരങ്ങളൊക്കെ നടക്കുന്നത്, ഹൃദയത്തിലല്ല എന്നത് മനുഷ്യൻ അങ്ങനെ ശാസ്ത്രീയമായിട്ട് മനുഷ്യന് അങ്ങനെ ശാസ്ത്രീയമായി ബോധ്യപ്പെട്ട ഒരു കാര്യമോ അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട സംഗതിയോ ഒന്നുമല്ല. അത് ഒരു അനുമാനം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ നെഞ്ചിനെയും ഹൃദയത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് മനുഷ്യന്റെ മെന്റൽ ഫാക്കൽറ്റീസിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അത് ഒരു വസ്തുതയാണ്. തലച്ചോറ് യഥാർത്ഥത്തിലും മനുഷ്യ ശരീരവും മനസ്സും ഒക്കെയായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളെയും നിയന്ത്രിക്കുന്ന കൺട്രോൾ സ്റ്റേഷൻ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മെന്റൽ പ്രോസസ്സ് നടക്കുന്നത് തലച്ചോറിനകത്താണ് എന്നത് കാറ്റഗോറിക്കലായിട്ട് പറയാൻ പറ്റിയ ശാസ്ത്രീയമായ കണ്ടെത്തലുകളോ വെളിപ്പെടുത്തലുകളോ ഒന്നും നമ്മുടെ മുന്നിലില്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ്. ആളുകൾ അങ്ങനെ അനുമാനിക്കുന്നുണ്ട്, പക്ഷെ അതൊരു അനുമാനം മാത്രമാണ്. അപ്പൊ ഇതില് നമുക്ക് അള്ളാഹു ഹൃദയത്തെ, നെഞ്ചിനെ ഒക്കെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഒരിക്കലും തന്നെ കഴിയില്ല. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഖൽബ്, സദർ എന്ന പദങ്ങളൊക്കെ അതിന് വേണ്ടി പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്.
ശാസ്ത്ര ലോകത്ത് ഇതൊക്കെയും തലച്ചോറിനകത്താണ് എന്ന് സങ്കല്പിക്കുന്നവരും ഉണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തില് ഈ ഹൃദയം ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ ഓർഗൻസും അതുപോലെ ചിന്ത, ആലോചന, ഭാവന, ഇമോഷൻസ് പോലെയുള്ള സംഗതികൾ ഇതൊക്കെയും തന്നെ തലച്ചോറുമായിട്ട് ബന്ധമുള്ള പ്രവർത്തനങ്ങളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. കൈയിന്റെ അനക്കം, അതുപോലെ നമ്മുടെ മുഖഭാവങ്ങള്, സംസാര വൈഭവം, അതിന്റെ നമ്മള് കാര്യങ്ങള് ആലോചിക്കുന്നത്, ഈ വക സംഗതികളിലൊക്കെ തന്നെ ശരീരത്തിന്റെ മറ്റേത് പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിന് തലച്ചോറിന്റെ പല ഭാഗങ്ങളും ഇൻവോൾവ് ആണ് എന്ന പോലെ ഈ ചിന്തയും ആലോചനയും വികാര വിചാരങ്ങളും ഒക്കെ തന്നെയും തലച്ചോറിന്റെ നിയന്ത്രണം അതിന്റെ മേലുണ്ട്. അതിന്റെ അർത്ഥം അവിടെയാണ് അത് സംഭവിക്കുന്നത്, നടക്കുന്നത് എന്നല്ല. അത് പറയാൻ കഴിയൂല. കൈകാലുകളിലോ അതുപോലെ ശരീരത്തിന്റെ ലോവർ പാർട്ടിലോ ഒന്നും അല്ല എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും ചിന്തയും ആലോചനയും അതുപോലെ വികാര വിചാരങ്ങളും സുഖദുഃഖങ്ങളും ഒക്കെ, അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ട് ശരീരത്തിന്റെ അപ്പർ ഹാഫിലാണ് ഈ സംഗതി നടക്കുന്നത് എന്ന് പറയാൻ കഴിയും. അത് തലച്ചോറും ഹൃദയവും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അള്ളാഹു അതിനെ നെഞ്ചകം അതുപോലെ ഹൃദയം എന്നൊക്കെയുള്ള നിലക്ക് പരാമർശിക്കുന്നതിന് കൂടുതൽ അതില് അത് കൃത്യതയുള്ളതാവാനാണ് എന്തുകൊണ്ടും സാധ്യതയുള്ളത്. കാരണം അത് അള്ളാഹുവാണ് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ആ പദപ്രയോഗങ്ങളില് ഈ ചില ശാസ്ത്രീയ രംഗത്തുള്ള ആളുകൾ പറയുന്നതിന് വിരുദ്ധമായിട്ട് ഈ ഈ ഖൽബ്, സദർ തുടങ്ങിയ സംഗതികളുമായിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നതിനാണ് കൂടുതൽ കൃത്യത എന്തുകൊണ്ടും ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. മറ്റത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അങ്ങനെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു സംഗതിയേ അല്ല എന്നതുകൊണ്ട് ഞാനത് അങ്ങനെ മനസ്സിലാക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളെയും, ഹൃദയത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെയും തലച്ചോറ് നിയന്ത്രിക്കുന്നുണ്ട് എന്ന നിലക്കുള്ള ഒരു കൺട്രോൾ സ്റ്റേഷൻ മാത്രമായിട്ട് തലച്ചോറിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് അതിലൊരു വൈരുദ്ധ്യം ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് മനുഷ്യന്റെ അറിവിന്റെ പരിമിതി കാരണമായിട്ട് ചില അവ്യക്തതകൾ ഈ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഇനിയും അത് സംബന്ധമായിട്ട് പഠനവും ഗവേഷണവും ഒക്കെ നടത്തി കൂടുതൽ കൃത്യമായ ധാരണയിലേക്ക് ശാസ്ത്രീയമായി എത്തിച്ചേരാൻ ഇനിയും അവശേഷിക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മറ്റൊരു ചോദ്യം, അള്ളാഹു ജലം ഇറക്കി തരുന്നുണ്ടോ? ഭൂമിയിലുള്ള ജലം ഒരു ചാക്രിക പ്രക്രിയയുടെ ഫലമായി മഴയായി പെയ്യുന്നത് അല്ലേ എന്നതാണ്. ഇതൊക്കെ അടങ്ങുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ജലം ഇറക്കി തന്നു, മഴ ഇറക്കി തന്നു എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും ഇല്ലേ? അള്ളാഹു ഒരു ചാക്രിക പ്രക്രിയയിലൂടെ കടലിലെയും അതുപോലെ ജലാശയങ്ങളിലെയും ജലം ബാഷ്പീകരിച്ച് മുകളിലിട്ട് ഉയർത്തി അത് നീരാവി അവിടെ തണുപ്പിച്ച് ഘനീഭവിച്ച് കാറ്റടിച്ച് അത് ഉദ്ദേശിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് മഴയായി ഇറങ്ങുന്നു എന്ന ഒരു സംഗതി അതിനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ആകാശത്ത് നിന്ന് മഴ ഇറക്കി തന്ന കാര്യം പറയുന്നത്. എന്തായാലും ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം അവിടെ മഴ എന്നൊരു പ്രക്രിയ, പ്രവർത്തനക്ഷമമായ ഒരു ആദ്യഘട്ടം ഉണ്ടല്ലോ, ആ സംഗതിയെ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും. അപ്പൊ ഇതില് ഈ ചാക്രിക പ്രക്രിയ ഉണ്ടാക്കിയത് ആരാണ് എന്നത് നമുക്ക് ഈ സംബന്ധമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ആ ചാക്രിക പ്രക്രിയയുടെ അതൊരു പ്രോസസ്സാണ്. മഴ ഇറക്കുന്നു എന്നതാണ്, മഴ ഭൂമിയിൽ എത്തുന്നു എന്നതാണ് അതിന്റെ റിസൾട്ട്. ആ റിസൾട്ടിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് അള്ളാഹു നടപ്പിലാക്കിയത് എന്നതാണ് ഈ ചാക്രിക പ്രക്രിയ എന്നൊക്കെ ഉള്ള വിധത്തില് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതും ഇപ്പോൾ ഈ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതും. മറ്റൊരു ചോദ്യം, വെറും സാങ്കല്പികമായ പാരത്രിക ലോകത്ത് ശിക്ഷ നൽകുമെന്ന അള്ളാഹു വഴി മനുഷ്യരോട് ഭീഷണി, ഇതൊക്കെ ദൈവികമാണോ എന്നാണ് ചോദ്യം. ദൈവികമല്ല എന്ന് ഈ ചോദ്യം ഉന്നയിച്ച ആളുകളെ പോലെ പലരും കരുതുന്നുണ്ട്. അവർക്ക് അത് അങ്ങനെ ചെയ്യാം. പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെയും സൂചനകളെയും ദൈവികമായ വെളിപ്പെടുത്തുകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്
ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അതില് വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ അതിന്റെ എല്ലാ തലങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കോളൂ. ഞാൻ മുമ്പെന്നോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഭയപ്പെടുത്തുന്ന ഒരു ഭീകരനോട് വിധേയത്വം പ്രകടിപ്പിച്ച് സമവായത്തിൽ പോകുന്നത് തീർച്ചയായും സമാധാനം നൽകും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല. ഒരു ഭയപ്പെടുത്തുന്ന ഭീകരൻ എന്നൊക്കെയുള്ള നിലക്കാണ് അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അദ്ദേഹം പരാമർശിക്കുന്നത്. അത് എന്തുമാത്രം അന്ധമാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ എന്നത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു ഭയപ്പെടുത്തൽ മാത്രമാണ് മൂപ്പര് ഈ ദൈവത്തിൻ്റെതായിട്ട് കാണുന്നത്. അത് എഴുതാന് അയാളുടെ അത് നമ്മളുടെ ചാറ്റ് ബോക്സിൽ കുറിച്ചിടാൻ അയാളുടെ കൈകൾ ചലിപ്പിക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒരു ആലോചന അയാളുടെ ചിന്തയില് പ്രവർത്തനക്ഷമമായത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികള് അദ്ദേഹത്തിന് ആ കഴിവും സാധ്യതകളൊക്കെ കൊടുത്ത അതേ ദൈവം തന്നെയാണ് ഈ ഭയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഈ സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് പ്രേരണ നൽകുന്നതും ഒക്കെ തന്നെ. അപ്പൊ ഇത് കേവലം ഭയപ്പെടുത്തൽ മാത്രം ചെയ്യുന്ന ഒരു ദൈവം എന്നൊരാശയം ഇസ്ലാമിലില്ല. മനുഷ്യന് ശ്വാസം അയക്കുന്ന ഒരു സാധ്യത പോലും വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു നിഅമത്താണ്. ദൈവികമായ വലിയൊരു നിഅമത്ത് മനുഷ്യൻ അനുഭവിക്കുന്നതുകൊണ്ട് മാത്രമാണ് മനുഷ്യന് ശ്വസിക്കാൻ പറ്റുന്നത്, കുടിനീരിറക്കാൻ പറ്റുന്നത്, വിരലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നത്. ഇതൊന്നും കാണാതെ ഈ ഭയപ്പെടുത്തൽ മാത്രം ആണ് ദൈവത്തിന്റെ പണി എന്ന് വിചാരിക്കുന്ന ഒരാള് ഉദ്ദേശപൂർവം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ദൈവനിഷേധ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരാളായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനത് ആ വിഷയവും അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ സൂറത്ത് സ്വാദുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില ചോദ്യങ്ങളൊക്കെ പ്രസക്തമായത് ഉന്നയിക്കപ്പെട്ടതുണ്ട്. ഈ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.